ഹായ്, എല്ലാവർക്കും GYB ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സ്പോക്കൺ ഹിന്ദിയുടെ 4ാമത്തെ ക്ലാസ് വരെയാണ്. ആ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 4ാമത്തെ ക്ലാസ് വരെ ആയിട്ടുണ്ട് സ്പോക്കൺ ഹിന്ദി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പോക്കൺ ഹിന്ദിയുടെ 5ാമത്തെ ക്ലാസ്സാണ്. 5ാമത്തെ ക്ലാസ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെയും 5ാമത്തെ ക്ലാസ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഹിന്ദിയുടെ ഉപയോഗവും ഇംഗ്ലീഷിൻ്റെ ഉപയോഗവും വളരെ വിശദമായ രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദിയുടെ ഗ്രാമർ സ്ട്രക്ചറാണ്. അതായത് വർത്തമാനകാലത്തിലെ ഗ്രാമർ സ്ട്രക്ചർ. വർത്തമാനകാലം എന്ന് പോയിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പം നടക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെയാണ് ഹിന്ദി പറയുന്നത്. അതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വർത്തമാനകാലത്ത് നടക്കുന്നതാണ്. മേ ആത്താഹു, ഞാൻ വരുന്നു. മേ ജാത്താഹു, ഞാൻ പോകുന്നു. മേ പട്ടാകു, ഞാൻ പഠിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ രഹ എന്ന വാക്ക് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മേ പട് രഹാഹു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം സ്ത്രീകളാണ് പറയുന്നതെങ്കിൽ മേ പട് രഹിഹു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മേ പട്ടാഹും ആണെങ്കിൽ പുരുഷന്മാർ പറയുന്നെങ്കിൽ സ്ത്രീകൾ പറയേണ്ടത് മേ പട്ടിഹും എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥവ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പം മറ്റ് സബ്ജക്റ്റുകളിൽ നമുക്ക് ഇതെങ്ങനെ പറയാം എന്ന് നമുക്ക് നോക്കാം. അപ്പം ലട്ക പട്ടാഹേ, ആൺകുട്ടി പഠിക്കുന്നു. ലട്ക പട്ടാഹേ, ആൺകുട്ടി പഠിക്കുന്നു. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഹേ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഹിന്ദിയിലെ എല്ലാ വാക്കുകളും അവസാനിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമ്മളങ്ങോട്ട് ഓർത്തിരിക്കുക ഒരു മാർഗമുണ്ട്. ഹേ, ഹോ, ഹൈ, മനസ്സിലായോ? ഇങ്ങനെയാണ്. ഹേ, ഹോ, ഹൈ, മനസ്സിലായോ? അതായത് ഹേ എന്ന് പറയുന്നത് ആണ്, അതെ, ഉണ്ട്, ആണോ എന്നാണ് അതിനർത്ഥം. പിന്നെ ഹും എന്ന് പറയുന്നത് ആണ്, അതെ, ഉണ്ട്, ഉണ്ടോ, അല്ലെങ്കിൽ ശരി എന്ന അർത്ഥത്തിൽ. ഹേയും ശരി എന്ന അർത്ഥത്തിൽ. ഇനി ഹോ എന്ന് വരുന്നതും ആണ്, അതെ, ഉണ്ട്, ആണോ, ശരി. ഇനി ഹൈം എന്ന് വരുന്നതും ആണ്, അതെ, ഉണ്ട്, ആണോ എന്ന അർത്ഥത്തിൽ. എങ്ങനെയാണെന്ന് പറയാം. സ്വന്തം കാര്യം വരുമ്പോൾ മേ എന്ന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. മേ എന്ന വാക്ക് വരുമ്പോൾ അവസാനം ഹും എന്ന് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം മേ ഹും, ഞാനാണ്. പുരുഷൻ എന്നുള്ള ആണല്ല അവിടെ ചേർക്കുന്നത്. ഞാനൊരു പ്രവൃത്തി ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഞാനാണ്, ആ പ്രവർത്തിച്ചത് ഞാനാണ് എന്ന അർത്ഥത്തിൽ മേ ഹും. അപ്പോൾ മേ ജാതാഹു, ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പോവുകയാണ്. ഓക്കെ, ഇനി മേ ജാരഹാഹു, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹുമ്മാണ്. ഇനി മുമ്പിൽ നിൽക്കുന്ന ഒരാളെ തുമ്മ എന്ന അഭിസംബോധന ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ, തും ഹാത്തേഹോ. അപ്പോൾ ഇവിടെ എൻ്റെ അവസാനിക്കുന്ന ഹോയാണ്. തും ഹാത്തേഹോ, നിങ്ങൾ കഴിക്കുകയാണ്. ഇനി സ്ട്രെസ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾ കഴിക്കുന്നോ, രണ്ടർത്ഥം കിട്ടും, ഒരു ചോദ്യമാണ്. തും ഹാരഹേ ഹോ. ഓക്കെ, അപ്പം അവിടെ ലാസ്റ്റ് വന്ന ഹോയാണ്. അപ്പം നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണോ. രഹ ചേർക്കാൻ ഞാൻ പറഞ്ഞു. അതിന് രഹയാണ് ഇവിടെ ചേർക്കുന്നത്. തും വരുമ്പോൾ ഹോ ചേർക്കണം പറഞ്ഞു. അപ്പോൾ ഹോ വരുന്നത് ഇതിന് ഏതാ, തുമ്പ്, നിങ്ങൾക്കാണ്. ഇനി തു, നീ എന്ന ബഹുമാനമില്ലാത്ത വാക്ക് ഉപയോഗിക്കുമ്പോഴും ഹോ തന്നെയാണ് എൻഡിൽ വരുന്നത്. അത് ഓർക്കുക. മനസ്സിലായല്ലോ? അർത്ഥം ഇതൊക്കെ തന്നെ. ഇനി ഹേ വരുന്നത് അവൻ, അവൾ, അത്, ആ സാധനം, അങ്ങനെയുള്ളതിനെല്ലാം ഹേ ആണ്. ഹേ അതിന് അർത്ഥം ഇത് തന്നെ. ആണ്, അതെ, ഉണ്ട്, ഉണ്ടോ, ആണോ എന്ന അർത്ഥം തന്നെ. ഓക്കെ, ശരി എന്നുള്ള അർത്ഥം. ഇനി ഹൈമെന്ന് ഞാൻ ഒരു വാക്ക് പറയും. ഈ ഹൈമെന്ന് പറയുന്നത് ബഹുവചനത്തിലാണ്. അതായത് ഒന്നിലധികമോ ആളുകൾ ഉള്ളപ്പോൾ അതിൻ്റെ എൻഡിൽ നമ്മൾ ചേർക്കുന്നതാണ് ഹൈം. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ അതിനെ പറയുന്നതാണ്. അപ്പോൾ ഹൈം എന്നുള്ള വാക്ക് പറയുമ്പോഴും ഹിന്ദിയിൽ അവർ പറയുന്ന ഹേ എന്ന് തന്നെ കേൾക്കുള്ളൂ. ഹൈം എന്നുള്ളത് ഹേ ഇങ്ങനെ പറയത്തുള്ളൂ. ചിലപ്പോൾ ഹേ തന്നെ പറയത്തുള്ളൂ. അത് ഒന്നും വിഷയമല്ല. സ്പോക്കൺ ഭാഷയിൽ ഹൈമും ഹേയും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഹുമ്മും ഹോയും മാറിപ്പോയിരുന്നാൽ മതി, അത്ര ഓർത്തുണ്ട്. സ്വന്തം കാര്യത്തിൽ ഹും, മുമ്പിൽ നിൽക്കുന്ന തുമ്മെന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് നീ, നിങ്ങളെന്നുള്ള വാക്കും നീ എന്ന് വരുമ്പോഴും ഹോ. പിന്നെ അവൻ, അവൾ, അത് എന്നുള്ളതിന് ഹേ.
രണ്ട് പേരോ രണ്ട് കൂടുതലുള്ള ആളുകളുണ്ടെങ്കിൽ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ഹൈം. ഓക്കെ, മനസ്സിലായാലോ? ഹൈം എടുത്ത് പറയേണ്ട ഹേ എന്ന് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഒരു മിമിക്രി രീതിയിൽ അങ്ങോട്ട് പിടിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം വർത്തമാന കാലത്തിൽ നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രസന്റ് ടെൻസ് ആണ്. വർത്തമാനകാലം. ഈ കാലത്തിൻ്റെ പേരൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണ്ട, വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം. മേ ജാതാവൂ, ഞാൻ പോകുന്നു. തും ജാത്തേ ഹോ, നിങ്ങൾ പോവുകയാണ്. ഓക്കെ, മനസ്സിലായാലോ? ഇനിയിപ്പോൾ തും അങ്ങ് വിടാം. ഹേയുടെ ഉദാഹരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ലഡ്ക പഠ്താ ഹേ, ആൺകുട്ടി പഠിക്കുന്നു. ഒരാൺകുട്ടി ഉണ്ട്, ലഡ്ക പഠ്താ ഹേ, അവൻ പഠിക്കുന്നു, ആൺകുട്ടി പഠിക്കുന്നു. ലഡ്കി പഠ്തി ഹേ, പെൺകുട്ടി പഠിക്കുന്നു. അപ്പോൾ പഠ്തായാണെങ്കിൽ ഇവിടെ പഠ്തിയാണ് വന്നത്, അല്ലെങ്കിൽ പെൺകുട്ടി പഠിക്കുന്നു. ലഡ്കി പഠ്തി ഹേ. ഇനി ലഡ്കെ പഠ്തേ ഹൈ, അതായത് ആൺകുട്ടികൾ. ലഡ്കെ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾ, പഠ്തേ ഹൈ, ആൺകുട്ടികൾ പഠിക്കുന്നു. അപ്പോൾ അർത്ഥം മനസ്സിലായാലും എളുപ്പമല്ലേ? ഇനി രണ്ട് പെൺകുട്ടികളാണെങ്കിൽ ലഡ്കിയാം പഠ്തി ഹൈ, സിമ്പിളാണ്. ലഡ്കിയാം, അത് ഓർത്തെടുത്താൽ മതി. ലഡ്കിയാം. പിന്നെ പഠ്തി ഹൈ. പഠ്തി ഹൈ എന്ന് ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, അർത്ഥം ഒന്നാണ്. ലഡ്കിയാം ഉപയോഗിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ലഡ്ക പഠ്താ ഹേ, ലഡ്കി പഠ്തി ഹേ, ലഡ്കെ പഠ്തേ ഹൈ, ലഡ്കിയാം പഠ്തി ഹൈ. സംഭവം മനസ്സിലായാലോ? ഹൈം എന്താണെന്ന് മനസ്സിലായാലോ? അപ്പോൾ രണ്ട് പേര്, അതായത് ശ്യാം ഓർ ബിബിൻ എന്ന് പറയുകയാണെന്ന്. ഈ ഓർ എന്നുള്ള വാക്ക് അതിന് ഔർ എന്നാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഔർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലാക്കേണ്ടത് മലയാളത്തിൽ നമ്മൾ എന്ന ഒരു സിഗ്നലാണ്. എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ. ആനയും ഉറുമ്പും, അതിനകത്ത് ഒരു ആനയും ഉറുമ്പും എന്ന ലാസ്റ്റത്തെ ഉറുമ്പിൻ്റെ മുമ്പും അല്ല, ആനയും അവനും ഇവനും, അതിനകത്ത് സെൻറ്ററിൽ അവനും എന്ന ആ ചേർത്ത്. ബിബിനും രമേശും, അതിനകത്ത് ബിബിനും കഴിഞ്ഞിട്ടുള്ള രമേശിൻ്റെ ആ സെൻറ്ററിലുള്ള ഒന്ന്. രമേശും എന്ന ഉമ്മല്ല, ബിബിനും എന്ന വാക്ക്. ഓക്കെ. പിന്നെ യമുനയും റാണിയും. അപ്പോൾ ആ യമുനയും അതിന് ശേഷമുള്ള വാക്ക്. അപ്പോൾ ഈ ഉമ്മ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ആൻഡ് എന്നാണ്. ബിബിൻ ആൻഡ് ജോർജ്, ബിബിനും ജോർജും. ഇംഗ്ലീഷിൽ നമ്മൾ ഓർ എന്ന വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഓർ ഉപയോഗിക്കുന്നത്. പെൻ ഓർ പെൻസിൽ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേനയോ അല്ലെങ്കിൽ പെൻസിലോ എന്നാണ് അർത്ഥം. അതുപോലെ ഹിന്ദിയിൽ ഓർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഓർ കയറി നമ്മുടെ മനസ്സിലോട്ട് വരും, കൊച്ചിലോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓർ എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന അർത്ഥമാണ്, അല്ലെങ്കിൽ ആൻഡ് കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണെന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ബിബിൻ ഓർ ശ്യാം, ബിബിനും ശ്യാമുമാണ്, അല്ലെങ്കിൽ ബിബിൻ അല്ലെങ്കിൽ ശ്യാം എന്നല്ല, ബിബിനും ശ്യാമും. യമുന ഓർ റാണി, യമുനയും റാണിയും എന്നാണ് അതിൻ്റെ ഇത് വരുന്നത്. യമുന ഓർ ബിബിൻ, ബിബിനും യമുനയും. യമുന ഓർ ജോർജ്, അങ്ങനെ വരിക. പിന്നെ ജോർജ് ഓർ ബിബിൻ, ഇങ്ങനെ പറഞ്ഞാൽ ജോർജും ബിബിനും എന്ന് പറയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓർ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ന അർത്ഥം. പഴയൊരു ഹിന്ദിയിലെ ഒരു സീരിയലിൻ്റെ പേരാണ് വിക്രം ഓർ വേതാൾ. വിക്രം ഓർ വേതാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യനും വേതാളവും എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ആദ്യകാലത്ത് ഈ ഓർ ഇംഗ്ലീഷിലെ ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ തെറ്റായിട്ട് വിചാരിച്ചിരുന്നത് ഇങ്ങനെയാണ്, വിക്രമോ അല്ലെങ്കിൽ വേതാളമോ. കാരണം ഓർ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇതെന്നാണല്ലോ അർത്ഥം. പക്ഷെ ഒരുപാട് കാലം അതെന്താണെന്ന് മനസ്സിലാവാതെ ഒരുപാട് കാലം കഴിഞ്ഞപ്പോഴാണ് ഈ ഓർ ചേർക്കുന്ന എന്ന അർത്ഥം കിട്ടാനാണെന്ന് മനസ്സിലായത്. വിക്രം ഓർ വേതാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്രമാദിത്യനും വേതാളവും എന്നാണ് അർത്ഥം. അപ്പോൾ ഓർ ചേർക്കുന്നതിന് ഒന്നാമത്തെ ഒരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഓർ ചേർക്കുന്നത് ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പുരുഷന്മാരൊന്നിച്ച് വരുന്നു, ശ്യാം ഓർ ബിബിൻ, ജ ത
അല്ലെങ്കിൽ ജാത്തെ. ജാത്ത അല്ല, ജാത്ത സിംഗിളിലാണ്. ശ്യാം ഓർ ബിപിൻ ജാത്തെ ഹൈ. ശ്യാമും ബിപിനും പോയിക്കൊണ്ടിരിക്കുന്നു, പോകുന്നു. മനസ്സിലായോ? ശ്യാം ഓർ ബിപിൻ ആത്തെ ഹൈ, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേ ആത്തെ ഹൈ. വേ എന്താണെന്നുള്ളത് പിന്നീട് പറഞ്ഞു. അവരെന്നുള്ള അർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവരെന്ന് ഉപയോഗിക്കുമ്പോഴും വേ ആണ്. രണ്ട് പേര് വരുമ്പോഴും ഇതാണ്. അപ്പോൾ അതിൻ്റെ എൻഡിൽ ഹൈന്ന് ചേർക്കണമെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് കാണാപ്പാടമാകും. എന്നോടൊപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കാണാപ്പാടമാകും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം. ലഡ്ക പർത്താ ഹെ, ലഡ്കി പർത്തി ഹെ, ലഡ്കെ പർത്തേ ഹെ, ലഡ്കിയം പർത്തി ഹൈ. ഓക്കെ, ഇതിനെല്ലാം അർത്ഥം പഠിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ നമ്മൾ ജാത്തേ ഹൈയും ചേർക്കാം, ആത്തേ ഹൈയും ചേർക്കാം, ആത്തായ് അഹേ ചേർക്കാം, ജാത്തേ ഹൈ ചേർക്കാം, പർത്തേ ഹൈ ചേർക്കാം, ഹാത്തേ ഹൈ. ഞാൻ നേരത്തെ എല്ലാത്തിൻ്റെയും അർത്ഥം തന്നിരുന്നു. മീനിങ്സ് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്, പ്രവർത്തികൾ തന്നിട്ടുണ്ട്. ആ പ്രവർത്തികൾ ഇവിടെ മാറ്റി ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് കാണാൻ പഠിക്കാം. നാശ്ത്തെ കൊണ്ട്, അതായത് ഡാൻസ് കളിക്കുന്നു, നാശ്ത. പിന്നെ പർത്ത, ഹാത്ത, നഹാന കുളിക്കുക, അങ്ങനെ കുറേ അർത്ഥങ്ങൾ പറഞ്ഞു. അതിലെല്ലാം ഈ തായും തീയും ചേർത്തിട്ട് അങ്ങോട്ട് പ്രയോഗിക്കുക. കാണാതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈൻ മനസ്സിലാവും. അപ്പോൾ ഇനി അടുത്തത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഇനി ലക്ക പടി രഹാഹെ, ആൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലഡ്കി പടി രഹിഹെ, പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലഡ്കെ പടി രഹേ ഹൈ, ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ലഡ്കിയ പടി രഹി ഹൈ, പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേത് പഠിക്കുന്നു, ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ, സ്വന്തം കാര്യത്തിൽ എങ്ങനെയാണ്? മേ പർത്താഹും മേ പടിരകാവും. സ്ത്രീകളാണ് പറയുന്നത് മേ പർത്തിഹും മേ പടിരഹിയും. ഇവിടെ മറ്റൊരാളുടെ കാര്യത്തിൽ ലഡ്ക ഒരു ആൺകുട്ടിയാകുമ്പോൾ ലഡ്ക പർത്താഹേ. ഇനി ലഡ്കെ പർത്തേഹൈ, ലഡ്ക പടിരകാഹേ, ലഡ്കെ പടിരഗേഹൈ, ലഡ്കി പടിരഹി ഹെ, ലഡ്കിയ പടിരഹി ഹൈ, ലഡ്കി പർത്തി ഹെ, ലഡ്കിയാം പർത്തി ഹൈ. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ്. ഇതിനകത്ത് ഒരു ചെറിയ കൺഫ്യൂഷൻ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലഡ്കെ പട്ടേന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ലഡ്കി വരുമ്പം പട്ടി മാത്രമേ ഉള്ളൂ, മാറുന്നില്ല. ലഡ്കിയാം വരുമ്പോഴും പട്ടി തന്നെ ഉള്ളൂ, മാറുന്നില്ല. ലഡ്ക പട്ടാഹേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ താ എന്നാണ് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. ലഡ്കി പട്ടി എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ലിസ്റ്റ് വരുമ്പോൾ ബഹുവനത്തിൽ പറയുമ്പോൾ ലഡ്കിയാം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെയും അവിടെയും പട്ടയല്ല പട്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊന്നുകൂടി നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത് മനസ്സിലാവും. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചു പോവുകയാണെങ്കിൽ മനസ്സിലാവും. ഒരു ബുക്കിലേക്ക് ഇത് എഴുതി പകർത്തിയെടുക്കുക, മലയാളത്തിലുള്ള അർത്ഥം കൂടി എഴുതുക, കാണാപ്പാഠം പഠിക്കുക. വളരെ സിമ്പിളാണ്, വളരെ നിസ്സാരവുമാണ്, വളരെ സിമ്പിളാണ്. ഇനി അടുത്ത സെക്ഷൻ വരികയാണ്, അടുത്ത ഭാഗം വരികയാണ്. അടുത്ത പറയാം, ലഡ്ക ഹാത്തേ ഹെ. ഓക്കെ, ലഡ്ക ഹാത്ത, ഓക്കെ മിസ്റ്റേക്ക് വന്നതാണ്. ലഡ്ക ഹാത്താ ഹെ. ലഡ്ക ഹാത്താ ഹെ എന്ന് പറഞ്ഞില്ല, ആൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു. ലഡ്കി ഹാത്തി ഹെ, പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു. ലഡ്കെ ഹാത്തേ ഹൈ, ആൺകുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു. ലഡ്കി ഹാത്തി ഹൈ, പെൺകുട്ടികൾ ഭക്ഷണം കഴിക്കുന്നു. ഇനി ലഡ്ക ഹാ രേഖാ ഹെ, ആൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കി ഹാ രഹി ഹെ, പെൺകുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കെ ഹാ രഹേ ഹൈ, ആൺകുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കിയാം ഹാ രഹി ഹൈ, പെൺകുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എക്സാമ്പിളും കൂടി കിട്ടിയല്ലോ. ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നു. ആദ്യം എനിക്കൊന്ന് ചെറുതായിട്ട് നാക്ക് കുഴഞ്ഞതിന് കാരണം വെച്ചാൽ നമുക്ക് വശമില്ലാത്തത്, നമ്മുടെ മാതൃഭാഷ അല്ലാത്തതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് വരുന്നതിൻ്റെ ഒരു ടൈം എടുക്കുന്നതാണ്. ആ ഫസ്റ്റ് ഹാത്തേ എന്നുള്ളത് ഹാത്തയുടെ കൂടെ കയറി വന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുക്കുക. കൂടുതൽ കോൺവെർസേഷനിലൂടെയാണ് നമുക്ക് കൂടുതൽ
ഡെയിലി യൂസേജ് വരുമ്പോഴാണ് നമുക്ക് നന്നായി പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുക. അപ്പം വീണ്ടും വീണ്ടും അർത്ഥങ്ങൾ മാറ്റി മാറ്റിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനിയൊരു സങ്കല്പം കാര്യം പറയാനാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ അവനവിടെ പോയി കാണും, അല്ല അവനവിടെ പോയിട്ടുണ്ടാകാം. 4 മണിയാകുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടാകാം, ഇപ്പം വീട്ടിൽ പിള്ളേരെത്തിയിട്ടുണ്ടാകും എന്നൊക്കെ നമ്മൾ പറയും. നമുക്ക് ഉറപ്പില്ല, ചിലപ്പോൾ കുട്ടികൾ വരാൻ താമസിക്കുമായിരിക്കും. ഇപ്പം അച്ഛനെ അമ്മ ദൂരെ നിന്ന് പറയും, ഇപ്പം പിള്ളേർ ബാക്കി എത്തിയിട്ടുണ്ടാവും, മുറ്റത്ത് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുട്ടികൾ വാല് തുറന്ന് അകത്ത് കയറി നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, TV കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ആയിരിക്കും, ഉണ്ടാകും, ആവും എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ മാറി മാറി ഉപയോഗിക്കുമെങ്കിലും ഹിന്ദിയിൽ അതിന് അധികം സ്ട്രക്ചറുകളില്ല, അതിനൊക്കെ ഒറ്റ വാക്കുകൾ. അപ്പം മലയാളത്തിൽ നമുക്ക് മാറി 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 ആകും, ആയിരിക്കും, ആവാം, ഉണ്ടാകും, ആവും, ഉണ്ടും, ആർക്കറിയാം എന്ന രീതിയിലുള്ളത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ആവോ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആവോ എന്ന് പറഞ്ഞാൽ മറ്റേ തുമ്മാവോ അല്ല, ഹിന്ദിയിലെ ആവോ അല്ല, ആവോ ആർക്കറിയാം എന്ന രീതിയിലുള്ള ആവോ എന്ന് പറയുന്ന ആ സാധനങ്ങളൊക്കെ നമ്മൾ ഓരോരോ ടോണൽ വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ലാംഗ്വേജ് ഒരുപാട് ടോണൽ ലാംഗ്വേജാണ്. അപ്പോൾ ടോൺ ഉപയോഗിച്ച് നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ അധികം ടോണുകളുടെ ഉപയോഗങ്ങളില്ല. അത് തുമ്മു വരുമ്പോൾ കൂടുതൽ ടോണുകളുടെ ഉപയോഗമുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ ടോണുകളുടെ ഉപയോഗമുണ്ട്. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് സങ്കല്പം പറയാൻ നേരത്ത് ഒരുപാട് ടോണുകൾ അവിടുന്ന് ഇവിടുന്ന് നോക്കി നമ്മൾ ഉപയോഗിക്കും. ഈ ടോണുകൾ മറ്റു ഭാഷകൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എല്ലാ ഭാഷയും ടോൺ ഉണ്ടെങ്കിലും ചില സമയം അവർക്ക് ഡൗട്ട് അടിക്കും എന്താണ്. അപ്പോൾ അതിന് നമ്മളിവിടെ പഠിക്കുന്ന വാക്കാണ് ആ ഒരു സങ്കല്പം പറയാം. ആയിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കുക, അല്ലെങ്കിൽ ആകും, അല്ലെങ്കിൽ അങ്ങനെ ആകുമായിരിക്കും, അല്ലെ അവിടെ ഇപ്പം ചെയ്തിട്ടുണ്ടാവും എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഹോഗ. ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും, ഹോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും. ഞാൻ ഇവിടെ ആയിരിക്കും എന്ന് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞ ആവോ, ആർക്കറിയാം, ഉണ്ടാവുമായിരിക്കും, തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ള അർത്ഥത്തിലെല്ലാം നിങ്ങൾ മാറ്റി മാറ്റി ചിന്തിച്ചോണം. വാക്കുകൾ ഇതാണ്, ഇതിങ്ങനെ ഓർക്കുക. ഹോഗ എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, ഹോഗി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ഹോങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുക, ഹോങ്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കുക. മനസ്സിലായോ? ഹോങ്കി, ഹോങ്കെ ഓർത്തിരിക്കുക. പിന്നെ ഹൂങ്ക എന്നും കൂടി ഓർത്തിരിക്കുക, ഹൂങ്ക. ഇനി ഹൂങ്കി എന്നും കൂടി ഓർത്തിരിക്കുക. ഇത്രയും വാക്കുകളുടെ അർത്ഥം ആയിരിക്കുക എന്ന് തന്നെയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ടോണലിലോട്ട് മാറ്റി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ പറയാം. ലഡ്ക പത്ത ഹോഗ, ആൺകുട്ടി പഠിക്കുന്നുണ്ടാകാം. ബിബിൻ പഠത്ത ഹോഗ, ബിബിൻ പഠിക്കുന്നുണ്ടാകാം. വോ പഠത്ത ഹോഗ, അവൻ പഠിക്കുന്നുണ്ടാകാം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്തേലും നമുക്ക് പഠത്ത ഹോഗ, വോ പഠത്ത ഹോഗ, അത് പഠിക്കുന്നുണ്ടാവും. വോ പഠത്ത ഹോഗ, അത് പഠിക്കുന്നുണ്ടാവും. അവനത് പഠിക്കുന്നുണ്ടാവും. അതെന്ന് പറയാനും ആന്ന് പറയാനും അവനെന്ന് പറയാനും അവളെന്ന് പറയാനും ഒക്കെ ഞാൻ പറഞ്ഞ ഓ എന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓ പഠത്ത ഹോഗ, അത് പഠിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വിഷയമായിരിക്കും, അത് പഠിക്കുന്നുണ്ടാവും. ഓ പഠത്ത ഹോഗ, ലഡ്ക പഠത്ത ഹോഗ. ഇനി പെൺകുട്ടികളുടെ കാര്യത്തിലോ ലഡ്കി പട്ടി ഹോഗി, അവൾ പഠിക്കുന്നുണ്ടാവും. ഇവനെ പട്ടി ഹോഗി, ഇവനെ പഠിക്കുന്നുണ്ടാവും. മനസ്സിലായല്ലോ? സിമ്പിളല്ലേ? അതായത് ഹോഗ ഹോഗി ഇത് രണ്ടും ഓർത്തിരിക്കുക എന്ന് വെച്ചിരിക്കുക. ആയിരിക്കുക എന്നാണ്. പട്ടി ഹോഗി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പെൺകുട്ടി പഠിക്കുന്നുണ്ടാവാം. പർത്താ ഹോഗ, അവൻ പഠിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആൺകുട്ടി പഠിക്കുന്നുണ്ടാവാം, പുരുഷൻ. മുതിർന്ന ഒരു വ്യക്തി പഠിക്കുന്നതിനും ഹോഗയാണ്. പെൺകുട്ടി ആരും മുതിർന്ന സ്ത്രീ ആണെങ്കിലും ഹോഗിയാണ്. ഇവിടെ ഹേയോ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കരുത്. സങ്കല്പം പറയുമ്പോൾ ഹോഗ, ഹോഗി, ഹോങ്കെ, ഹോങ്കി, ഹൂങ്ക, ഹൂങ്കി. ഓക്കെ, ഇനി ഹോങ്കെ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ബഹുവചനം പറഞ്ഞല്ലോ, 2 ആൺകുട്ടികൾ, 2 പെൺകുട്ടികൾ, 2 മനുഷ്യർ, 2 ആൾക്കാരുടെ പേര്, അല്ലെങ്കിൽ അവർ, ഇവർ, അതൊക്കെ. അതിനാണ് ഈ ഹോങ്കെ, 2 ആൺകുട്ടികൾ. ലഡ്കെ പത്തെ ഹോങ്കെ, ആൺകുട്ടികൾ പഠിക്കുന്നുണ്ടാകാം. ലഡ്കിയാം പട്ടി ഹോങ്കി, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടാകാം. ആദ്യത്തെ എക്സാമ്പിൾ തന്നെ സാധനം, ആദ്യത്തെ അതേ ഐറ്റം തന്നെ അവസാനത്തെ വാക്ക്
മാറി. ഹോഗ, ഹോഗി, ഹോങ്കെ, ഹോങ്കി ചേർത്തപ്പോൾ സംഭവത്തിൻ്റെ അർത്ഥം മാറി. വളരെ സിമ്പിളാണ് ഹിന്ദി. ഗ്രാമർ സ്ട്രക്ചർ വളരെ ഈസിയാണ്. മറ്റെല്ലാ ഭാഷയെക്കാളും ഏറ്റവും ഈസി ആയിട്ടുള്ള ഗ്രാമർ സ്ട്രക്ചർ ഹിന്ദിക്കാണ്. ഈ ആണും പെണ്ണും തിരിച്ചൊരു വ്യത്യാസം ഒഴിവാക്കിയാൽ ഏറ്റവും ഈസിയായി പഠിക്കാവുന്ന ഒരു ഗ്രാമർ സ്ട്രക്ചറാണ് ഹിന്ദിയുടെ. അപ്പം ഇനിയിപ്പം യമുന ആൻഡ് ലഡ്കി, ഓ ലഡ്കി, അല്ലെങ്കിൽ യമുന ആൻഡ് ബിബിൻ. അതിനുള്ള യമുന ഓർ ബിബിൻ, യമുന ഓർ ലീല പട്ടി ഹുഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം യമുനയും ലീലയും പഠിക്കും. ബിബിൻ ഓർ ജോർജ് പട്ടാ ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഹോഗി പറഞ്ഞപ്പോഴാണ് വന്നത്. യമുന ഓർ ലീല പട്ടി ഹോങ്കിയാണ്. ഹോങ്കി അവിടെ ഹോങ്കി ചേർക്കുക. അപ്പം യമുനയും ലീലയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബിബിൻ ഓർ ജോർജ് പട്ടേ ഹോങ്കെ. ബിബിനും ജോർജും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതാണ് അർത്ഥം. ആയിരിക്കുക എന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്, ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ മിസ്റ്റേക്കിൻ്റെ ഭാഗം ഒന്ന് മറക്കാം. ഒന്നുകൂടി നമുക്ക് ആവർത്തിക്കാം. യമുന ഓർ ലീല പട്ടി ഹോങ്കി. യമുനയും ലീലയും പഠിക്കുകയായിരിക്കും. ബിബിൻ ഓർ ജോർജ് പട്ടേ ഹോങ്കെ. ബിബിനും ജോർജും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാമെന്നും പഠിക്കുകയായിരിക്കും എന്ന് പറയാൻ ഒറ്റ ലൈൻ പറഞ്ഞാൽ മതി. അതായത് വേറെ ഇനി രേഖ എന്നും ചേർത്ത് ബുദ്ധിമുട്ടണ്ട. അത് ഇച്ചിരി കൂടി കോംപ്ലിക്കേഷൻ ആവുകയുള്ളൂ. ഒറ്റ സെൻറ്റൻസ് ഷോർട്ടായിട്ട് ആയിരിക്കുമെന്ന് ഉപയോഗിക്കാൻ ഈ ഹോഗ എന്ന് ഇമ്മ പറഞ്ഞാൽ പോരാ. ആയിരിക്കും നമ്മൾ മലയാളത്തിൽ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പ്രവൃത്തിയോടൊപ്പം ചേർത്ത് ഈ ആണും പെണ്ണും തിരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി. 2 3 വട്ടം ക്ലാസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് അർത്ഥമെന്ന്. ഇനി ഞാൻ ഹൂങ്കി പറഞ്ഞു. ഹൂങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യത്തിൽ. ഞാൻ ആദ്യം പറഞ്ഞു മേ ചാത്താഹും എന്ന് പറഞ്ഞ പോലെ ഹും ഉപയോഗിക്കുമ്പോൾ സ്വന്തം കാര്യത്തിൽ ഒരു പുരുഷൻ പറയാണ് മേ പട്ടാ ഹൂങ്ക, ഞാൻ പഠിക്കുന്നുണ്ടാകാം. ഇതൊരു വാക്കല്ല. ഇത് മലയാളത്തിൽ ഇങ്ങനെ ഒരു വാക്ക് നമ്മൾ എവിടെ ഉപയോഗിക്കാറില്ല. ഞാൻ പഠിക്കുന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സ്വയം അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മളിവിടെ ഗ്രാമറായിട്ട് ഈ അർത്ഥം നമുക്ക് മനസ്സിലാക്കിയെടുക്കാണ്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഉപയോഗിക്കുകയാണ്. ഞാൻ പഠിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ പഠിക്കുന്നുണ്ടാകാം. മേ പട്ടാ ഹൂങ്ക. പെൺകുട്ടിയാണ് ഞാൻ. മേ പട്ടി ഹൂങ്കി. ഇപ്പം സ്വന്തം കാര്യത്തിൽ ഈ ഒരു എക്സാമ്പിളിൻ്റെ വലിയ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക. അധികം പദപ്രയോഗങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഴിക്കുന്നുണ്ടാകാമെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിങ്ങനൊരു വാക്ക് പറയാം, പക്ഷേ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ല. നമ്മൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാൻ നമ്മൾ കഴിക്കുവാണോ അല്ലയോ, കാണുന്നവർക്ക് പറയും. പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ടാകാം, അങ്ങനെ വാക്ക് നമ്മളെ കൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രവൃത്തി ഇല്ല. ഞാൻ കഴിക്കുന്നുണ്ടാകാം, അങ്ങനെ ഒരു വാക്കില്ലല്ലോ. കാരണം നമ്മൾ കഴിക്കുമ്പോഴേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിക്കുന്നുണ്ടാകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും പറയണം അവൻ കഴിക്കുന്നുണ്ടാകാമെന്ന്. ഏതാ ലട്ക ഹാത്ത ഹോഗ. അപ്പം ആൺകുട്ടി കഴിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ലട്ക ഹാത്ത ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കഴിക്കുന്നുണ്ടാവാം. ആ അർത്ഥമാണ് എനിക്ക് പറഞ്ഞത്. അങ്ങനെ ഒരു വാക്കില്ലല്ലോ. നമുക്ക് പറയാമല്ലോ മേ ഹാത്ത ഹൂങ്ക എന്ന് പറയും. ഇവിടെ ഹൂങ്കയാണ് ഉപയോഗിക്കുക. ഞാൻ കഴിക്കുന്നുണ്ടാവാം. ഒരു എക്സാമ്പിളിന് വേണ്ടി പഠിച്ചു നോക്കാം. ചില അർത്ഥവ്യത്യാസ പ്രയോഗങ്ങൾക്ക് പിന്നെ ഞാനിപ്പോൾ കഴിക്കുന്നുണ്ടാവും അല്ലേ, അല്ല ഇപ്പം നിങ്ങൾ ഇപ്പം ചിലർ പറയാറുള്ളല്ലോ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാനിപ്പം. നമുക്ക് ചില സെൻറ്റൻസുകൾ ചിലപ്പോൾ ഒരു ഉപയോഗമുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിരമായ ഒരാൾ മദ്യപിക്കുക എന്ന് കരുതുക. 2 മദ്യപാനികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ ചോദിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാനിപ്പം പാലായിരിക്കും അല്ലേ കുടിക്കുന്നത് അല്ലേ, അല്ല ഇപ്പം ഞാനിപ്പോൾ പാലായിരിക്കും അല്ലേ കുടിച്ചത് എന്ന് ചോദിക്കുന്ന കൂട്ടം ഒരർത്ഥം നമുക്ക് എടുത്ത് പ്രയോഗിക്കണമെങ്കിൽ ഹിന്ദിയിലാണ് ആ പ്രയോഗമെങ്കിൽ ഈ ഹൂങ്ക എന്ന വാക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുടിക്കുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയുള്ള രീതിയിൽ അർത്ഥങ്ങൾ നന്നായിട്ട് നല്ലപോലെ ഹിന്ദി അറിയാമെങ്കിൽ ഗ്രാമറൊക്കെ ഒടിച്ച് മടക്കിയെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അവിടെയൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കാവുന്ന ഒരു വാക്കാണ് ഈ ഹൂങ്ക ഹൂങ്കി. വലിയ ഉപയോഗം ഇല്ല. നമുക്ക് പഠിക്കേണ്ടത് ഹോഗ ഹൂഗി, ഹോങ്കെ ഹൂങ്കി, ഇതാണ് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എക്സാമ്പിളുകൾ ആവർത്തിക്കാം.
ലഡ്ക പത്താ ഹെ, ആൺകുട്ടി പഠിക്കുന്നു. ലഡ്കി പട്ടി ഹെ, പെൺകുട്ടി പഠിക്കുന്നു. ലഡ്കെ പർത്തേ ഹൈം, ആൺകുട്ടികൾ പഠിക്കുന്നു. ലഡ്കിയാം പട്ടി ഹൈം, പെൺകുട്ടികൾ പഠിക്കുന്നു. ലഡ്ക പർത്താ ഹോഗ, ആൺകുട്ടി പഠിക്കുന്നുണ്ടാകും. ലഡ്കി പട്ടി ഹോഗി, പെൺകുട്ടി പഠിക്കുന്നുണ്ടാകും. ലഡ്ക പഠി രഹാ ഹെ, ആൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കി പഠി രഹി ഹെ, പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കെ പഠി രഹേ ഹെ, ആൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഡ്കിയാം പഠി രഹി ഹെ, പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ ലൈനുകളെല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ലഡ്കെ പട്ടേ ഹോങ്കെ, ആൺകുട്ടികൾ പഠിക്കുന്നുണ്ടാകാം. ലഡ്കിയാം പട്ടി ഹോങ്കി, അവിടെ ഹോഗിയല്ല ഹോങ്കി, ഒറ്റ വാക്ക് പറയുമ്പോൾ ലഡ്കി പട്ടി ഹോങ്കി ആണെങ്കിൽ ലഡ്കിയാം പട്ടി ഹോങ്കി, പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടാകും. ഇപ്പം മനസ്സിലായാലോ? വളരെ സിമ്പിളാണ്. 1, 2, 3 തവണ എഴുതിയെടുത്ത ശേഷം റിപ്പീറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഓർമ്മയിൽ നിൽക്കുന്ന സാധനമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ മേ പർത്താ ഹൂങ്ക, മേ പർത്തി ഹൂങ്കി സ്ത്രീകൾക്ക്, മേ പർത്താ ഹൂങ്ക പുരുഷന്മാർക്ക്, മേ പർത്താ ഹൂങ്കി സ്ത്രീകൾക്ക്. ഞാൻ പഠിക്കുന്നുണ്ടാകാം, അതാണ് അതിൻ്റെ അർത്ഥം. അടുത്തായിട്ട് വരുന്നത് തും, നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. അത് മുന്നേ നിൽക്കുന്ന സ്ത്രീയോടാണേലും പുരുഷനോടാണേലും നമുക്ക് പറയണം, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയത്തില്ലല്ലോ നിങ്ങളെന്താ കാണിക്കുന്നത് എന്നൊക്കെ പറയണമെങ്കിൽ, എടുത്തു പറയണമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അത് എനിക്കറിയത്തില്ലല്ലോ നിങ്ങളെന്താ ചെയ്യുക എന്ന് നിങ്ങൾക്ക് കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്കാണ്, ഉപയോഗിക്കുക. അവിടെ ഈ ഹോഗ ഹോഗി എന്നുള്ള സംഭവത്തിൻ്റെ അർത്ഥം നമുക്കിപ്പോൾ തന്നെ മനസ്സിലാക്കാം. തും പർത്തേ ഹോഗെ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. മനസ്സിലായോ? ഇത്തരം ശീലങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. തും പർത്തേ ഹോഗെ, ബഹുമാനം കൊടുത്തിട്ടാണ് പറയുന്നത്. തും പർത്തേ ഹോഗെ, അല്ലാതെ തൂ എന്നല്ല അവിടെ വെച്ചത്. തും പർത്തേ ഹോഗെ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. തും പർത്തേ ഹോഗെ, ഇവിടെ ഹോഗയാണ് ഉപയോഗിച്ചത്. ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. നമ്മൾ ആദ്യം ഹോങ്കെ പഠിച്ചാൽ അത് ബഹുവചനത്തിൽ 2 പേര് വരുമ്പോഴാണ്. 2 ആൺകുട്ടികളോ 2 പെൺകുട്ടികളോ വരുമ്പോൾ, 2 പെൺകുട്ടികൾ വരുമ്പോൾ ഹോങ്കിയാണ്. അവിടെ ഹോം എന്നൊരു അമർത്തലുണ്ട്. ഇവിടെ വെറും ഹോഗയോ. വളരെ സിമ്പിളാണ്. ഇവിടെ മാത്രമായിരിക്കും നമുക്കൊരു തിരിവ് വരുന്നത് ചിലപ്പോൾ. അവിടെ സിമ്പിളാണ്. തും പർത്തേ ഹോഗെ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ. പെൺകുട്ടിയാണ് മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്ത്രീയാണ് മുന്നിൽ നിൽക്കുന്നത്. തും പട്ടി ഹോഗി, ഇവിടെ ലഡ്കി പട്ടി ഹോഗി ഓർമ്മയുണ്ടല്ലോ, അത് തന്നെ ഇവിടെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഹോഗി സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ നമുക്കധികം ഈ ഹൈമ എന്ന് ഉപയോഗിക്കുന്നിടത്തൊക്കെ ആ ടി അങ്ങ് നേരെ അങ്ങ് ഉപയോഗിക്കുകയും ഈ അവസാനത്തെ എൻ്റെ ഈ ഹോഗി അങ്ങ് ഉപയോഗിക്കുകയും ചെയ്താൽ ആ പരിപാടി അങ്ങ് കഴിയും. അവിടെ തേ എന്ന വാക്ക് അവിടെ ആരംഭിക്കുന്നു. ഇതൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ഗ്രാമർ സ്ട്രക്ചർ ചിന്തിക്കുകയും വേണ്ട, വെറുതെ ഇതേ റൂട്ട് പഠിച്ചു പോയാൽ മതി. തും പർത്തേ ഹോഗെ, തും പർത്തി ഹോഗി സ്ത്രീയാണെങ്കിൽ. സ്ത്രീ സ്വയം ഒരു സ്ത്രീയാണെങ്കിൽ ഇവിടെ ഒരു നിയമമുണ്ട്. ഞാനൊരു സ്ത്രീ ആണെങ്കിൽ ഞാൻ മുന്നിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നത് സ്ത്രീലിംഗത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ തും പട്ടി ഹോഗി എന്ന് സംസാരിക്കാം. നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇനി മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, ഞാനൊരു പുരുഷനാണെങ്കിൽ ഞാൻ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോടാണെങ്കിൽ പറയുന്നെങ്കിൽ തും പട്ടി ഹോഗി എന്ന് പറയാം. ഇനി മുന്നിൽ നിൽക്കുന്ന ഒരു പുരുഷനോട് പുരുഷലിംഗത്തിൽ തന്നെ ചോദിക്കണം, പുരുഷ ലിംഗഭേദത്തിൽ തന്നെ ചോദിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് ചോദിക്കാം തും പർത്തേ ഹോഗെ എന്ന് ചോദിക്കാം. നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. ഇതേപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ട, തെറ്റിപ്പോയാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അർത്ഥം ഒന്നാണ്. ഉണ്ടാകാം, ആയിരിക്കാം, ആവോ, ആയിരിക്കും, ആയിരിക്കും, ആവോ ഒരു പെടുത്തമില്ല, ആർക്കറിയാം. ഉണ്ടായിരിക്കും, ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഈ അർത്ഥത്തിലെല്ലാം കിട്ടണമെങ്കിൽ ഹോഗ, ഹോഗി, ഹോങ്കെ, ഹോങ്കി, ഹൂങ്ക, ഹൂങ്കി, ഹോഗെ, ഹോഗി തന്നെ. അത്രയും ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ എക്സാമ്പിൾ എല്ലാം കൂടി എഴുതിയെടുത്ത് കാണാപ്പാഠം പഠിക്കുകയാണെങ്കിൽ ഒരു 10 തവണ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ നിൽക്കും. വളരെ സിമ്പിളായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് അത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഓർമ്മ നിൽക്കും. അപ്പം ഹിന്ദിയുടെ വർത്തമാനകാലം കഴിഞ്ഞു. ഇവിടെ ഇതിൻ്റെ ഒന്നും പേര് നമ്മൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല.
പേര് ഓർക്കാൻ പോയാൽ ഇത് വലിയൊരു ക്ലാസ്സായി മാറിയേനെ. ഏകദേശം 1-2 മണിക്കൂർ പോകുന്ന ക്ലാസ്സായി തീർന്നേനെ. കാരണം നല്ല നീളമാണ്. ഒന്നാമത് ആ പേരുകൾക്കും നല്ല നീളമാണ്. വർത്തമാനകാലം എന്ന് മാത്രം ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നടക്കുന്നത് ഞാൻ പറഞ്ഞ സംഭവം പഠിക്കുന്നു. അതിന് പകരം എന്താണ് ഹിന്ദിയിൽ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പകരം എന്താണ് ഹിന്ദിയിൽ? ഞാൻ പഠിക്കുന്നുണ്ടാകാം. അതിന് പകരം എന്താണ് ഹിന്ദിയിൽ? നിങ്ങൾ പഠിക്കുന്നു. അതിനെന്താണ്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാകാം. അതിന് 2 സെൻറ്റൻസിൽ ഒരു സെൻറ്റൻസേ ഉള്ളൂ. അതിങ്ങോട്ട് ഉപയോഗിച്ചാൽ മതി. പെൺകുട്ടികളുടെ കാര്യത്തിൽ സ്ത്രീകൾ പഠിക്കുന്നുണ്ടാകും, കുട്ടികൾ പഠിക്കുന്നുണ്ടാകും, പുരുഷന്മാർ പഠിക്കുന്നുണ്ടാകും, 2 സ്ത്രീകൾ പഠിക്കുന്നുണ്ടാകാം, 2 സ്ത്രീകൾ പഠിക്കുന്നു, 2 സ്ത്രീകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളതിനെല്ലാം വരികയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, നടക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്, ചെയ്യുകയാണ്, തിന്നുകയാണ്, ഭക്ഷണം കഴിക്കുകയാണ്, ഓടുകയാണ്, ചാടുകയാണ്, കിടക്കുകയാണ്, കുളിക്കുകയാണ്. ഇതെല്ലാം മാറ്റി മാറ്റി ഉപയോഗിച്ചാലും ഗ്രാമർ സ്ട്രക്ചർ മാറുന്നില്ല. ഇത് തന്നെയാണ് ഓർഡർ. അതിനാണ് ഞാൻ ആദ്യം ആ ക്രിയാപദങ്ങൾ തന്നത്. ആ ക്രിയകൾ നിങ്ങൾ കാണാൻ പഠിക്കുക. അതിൻ്റെ എല്ലാം അറ്റത്തെ ഇപ്പം ഡൗഡിന ഓടുക, പഠിന പഠിക്കുക, ചലന നടക്കുക, ദേക്കിന കാണുക, സീക്കിന പഠിക്കുക, പഠിന വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക. ഈ നാ വെട്ടിക്കളഞ്ഞിട്ട് ത, തി, തേ, തി തുടങ്ങിയ വാക്കുകളും രഹ, രഹെ, രഹി എന്ന വാക്കുകളും എൻഡിൽ ഈ ഹോഗി വരുന്നിടത്തും ത, തി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നാ ഉപയോഗിച്ച് കളയുക. ഈ വെർബുകൾ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് ക്രിയകൾ അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർത്തമാനകാലം തീർന്നു. ഇപ്പം മനസ്സിലായാലും ഈ ഗ്രാമർ ഇത്രയേ ഉള്ളൂ. വർത്തമാനകാലത്തിൻ്റെ ഗ്രാമർ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണെന്ന് മനസ്സിലായി. വർത്തമാനം കഴിഞ്ഞു. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലോ നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഇംഗ്ലീഷിലെ വർത്തമാനകാലം പഠിച്ചു തീരാൻ. ഭയങ്കര പാടാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ എല്ലാം സിമ്പിളാണ്. ഇംഗ്ലീഷ് മനസ്സിരുത്തി പഠിച്ച സിമ്പിളാണ്. പക്ഷേ ഹിന്ദിയുടെ അത്ര സിമ്പിളല്ല. തെറ്റും. പക്ഷേ ഹിന്ദിയിൽ അത്ര തെറ്റില്ലല്ലോ. ലിംഗഭേദം തിരിഞ്ഞു പോയാലും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഇംഗ്ലീഷ് നമ്മൾ വർത്തമാനകാലം പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്, ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഹി സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു എസ് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹിന്ദിയിലിപ്പോൾ ഒരു ലിംഗഭേദമുണ്ട്. പുരുഷൻ പറയുമ്പം വേറൊന്ന്, സ്ത്രീ പറയുമ്പം വേറൊന്ന്. തെറ്റിപ്പോയാലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അർത്ഥം ഒന്ന് തന്നെ. സ്വന്തം കാര്യത്തിൽ സംസാരിക്കുമ്പോൾ മാത്രം നോക്കിയാൽ മതി. തിരിഞ്ഞു പോയാലും തുടക്കക്കാരനാണ്, ഭാഷ അറിയാൻ പറ്റാത്ത ഒരാളാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഹിന്ദിക്കാരാണെങ്കിൽ അവരൊരിക്കലും കളിയാക്കിയില്ല. ഹിന്ദി അല്പമെങ്കിലും പഠിച്ചാൽ മലയാളം അറിയാവുന്ന ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്, തീർച്ചയായും അവർ നമ്മളോട് അതല്ലായിരുന്നു, ഇതായിരുന്നു അവിടെ വേണ്ടത്, അത് തെറ്റായിരുന്നു, നിങ്ങളെങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ചോദിച്ചാൽ നമ്മളോട് തർക്കിക്കും. അതുകൊണ്ട് തർക്കങ്ങൾ ഒഴിവാക്കാനായിട്ട് ഹിന്ദിക്കാരോട് മാത്രം ഹിന്ദി സംസാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹിന്ദി നന്നായി പഠിക്കാം. മിസ്റ്റേക്കുകൾ വരും, കാരണം ഇത് നമ്മുടെ മാതൃഭാഷയല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും പുതിയ ക്ലാസ്സുകളും അതുപോലെ ജ്യോതിഷത്തിൻ്റെ പരിപാടികളും ഒക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിന്ദി ഭാഷ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.